ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശുകബന്ധൻ. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുകനാദിശാചരൻ. പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം. രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്കനീ ഭാസ്കരസൂനോ പരാക്രമവാരിധേ. ഭാനുതനയനാം ഭാഗധേയാം ബുധേ വാനരരാജ മഹാകുലസംഭവ. ആദിത്യേന്ദ്രസുതാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോടു വൈരമെനിക്കേതുമില്ല, മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ. രാജകുമാരനാം രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുപോതേനതിനെന്തുതേ. മർക്കടസേനയോടു മതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കു പോയിക്കൊള്ളുക നീ. ദേവാദികളാലും അപ്രാപ്യമായൊന്നു കേവലമെന്നുടെ ലങ്കാപുരമെടോ. അല്പസാരന്മാർ മനുഷ്യരുമെത്രയും ദുർബലന്മാരായ വാനരയോധവും. എന്തൊന്നു കാട്ടുന്നതെന്നോടിവിടെ വന്നന്ധകാരം നിനച്ചിടായ്ക നീ വൃഥ. യുദ്ധം ശുകോക്തികൾ കേട്ടു കപികുലമുത്ഥായ ചാടിപ്പിടിച്ചാനതിദ്രുതം. മുഷ്ടിപ്രഹാരങ്ങളേറ്റു ശുകനതി ക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ കാരുണ്യവാരിധേ. രാമനാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ. ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ചെയ്കാശു മാനവവീരാഹതോഹം പ്രപാഹി മാം. യുദ്ധം ശുകപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ. വാനരന്മാരെ വിലക്കിനാൻ അന്നേരമാനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുകൻ തഥാ. ചൊല്ലിനാൻ സുഗ്രീവനോടു ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടതു ചൊല്ലിയിടുകെന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാനാശു ശുകനോടു സത്വരം. ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനയും കൊല്ലണമാശു സപുത്രബലാന്വിതം. ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും. കൊണ്ടുപോകേണമെനിക്കു കിഷ്കിന്ധയ്ക്കു രണ്ടില്ലതിനെന്നു ചെന്നു ചൊല്ലിയിടു നീ. അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞണവർക്കാന്വയോദ്ഭവൻ താനുമരുൾ ചെയ്തു. വാനരന്മാരെ ശുകനെ ബന്ധിച്ചുകൊണ്ടു നമൊഴിഞ്ഞത്ര കാത്തുകൊണ്ടിടുവിൻ.
ഞാനുര ചെയ്തേ അയക്കാവിതെന്നതും ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിരിനാൻ. ശാർദൂല വിക്രമം പൂണ്ട കപിബലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോടു ചൊല്ലിടിനാൻ വാർത്തകളുള്ള വണ്ണമതു കേട്ടൊരു. രാത്രിഞ്ചരേശ്വരനാകിയ രാവണനാർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താന്യുതം. ചേർത്ത ഖേദത്തോടു ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാനിരുന്നിടിനാൻ. സേതുബന്ധൻ. തത്കാലമർക്കകുലോദ്ഭവൻ രാഘവനർക്കാത്മജാതി കപിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണരോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരെ വരുമൊന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായോരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്ദിതു തോന്നിയതങ്ങനെ തന്നെ എന്നർണവതീരെ കിഴക്കു നോക്കി തൊഴുതർന്നോ ജലോചനാകിയ രാഘവൻ. ദർഭവിരിച്ചു നമസ്കരിച്ചിടിനാൻ അദ്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും. മൂന്നഹോരാത്രമുപാസിച്ചിതിങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാമീശ്വരൻ. ഏതുമിളകീലവാരിധിയുമതിക്രോധേന രക്താന്തനേത്രനാ നാഥനും. കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം. ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മദീയ പൂർവന്മാർ വളർത്തതും ഇന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയെ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കപികുലം പുഷ്ടബോധം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു. വില്ലും കുഴിയെ കുലചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലീമുഖവിക്രമം. ഭസ്മമാക്കിടുവൻ വാരാനിധിയ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. ഇത്തം രഘുവരൻ വാക്കുകേട്ടന്നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമീരവും അബ്ധിയും ക്ഷോഭിച്ചും ഇട്ടാൽ കവിഞ്ഞു വന്നുത്തങ്കമായ തരംഗാവലിയോടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിതത്യുഗ്രനക്രതിമീച്ഛാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി പത്തുദിക്കും നിറഞ്ഞോരു കാന്ത്യ
ഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും. വിത്രസ്തനായി രാമപാദാന്തികെ വച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹി മാം ത്രൈലോക്യപാലക, ത്രാഹി മാം വിഷ്ണോ ജഗത്പതേ, ത്രാഹി മാം പൗലസ്ത്യനാശന, ത്രാഹി മാം രമാപതേ. ആദികാലേ തവ മായാ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം. സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിൻ തിരുവടിയും സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമീതാർക്കു നീക്കാവൂ തവ മതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരന്നെ നിർമ്മിച്ചതും. മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ ഇന്നന്യഥാ കർത്തുമാരുള്ളതു ശക്തരായി. താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാദികളും താമസഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു ഭവാൻ കാരണപുരുഷനായി ഗുണാത്മാവുമായി. അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉത്പന്നരായിതു ദേവാദികൾ തഥാ. തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തദ്രജോഭൂതങ്ങളായി പ്രജേശാദികൾ. തത്തമോഭൂതനായി ഭൂതപതി താനും ഉത്തമ പുരുഷ രാമാദയാനിധേ. മായയാച്ഛന്നനായി ലീലാമനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം. നിർഗുണനായി സദാ ചിദ്ഘനനായൊരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷതനാം നിൻ തിരുവടി തന്നെയും മൂർഖനാ ഞാനെങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്കു സന്മാർഗ പ്രാപകമോക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും. ദുഷ്ടപശൂനാം യഥാ ലകുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശാം. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപൂരുഷം കാരുണ്യസാഗരം. നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമാലങ്കാമാർഗമാശു ദദാമി തേ. യുദ്ധം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനുമരുൾ ചെയ്തു. ബാണം മദീയമമോഘമതിന്നിഹ വേണമൊരു ലക്ഷ്യമെന്തെന്നതിനുള്ളത്. വാട്ടമില്ലാതൊരു ലക്ഷ്യമതിന്നു നീ കാട്ടിത്തരേണമെനിക്കു വാരാനിധേ.
അർണവനാഥനും ചൊല്ലിനാനന്നേരം അന്യൂനകാരുണ്യ സിന്ധോ ജഗത്പതേ ഉത്തരസ്യാം ദിശി മത്തീരഭൂതലേ ചിത്രദ്രുമകുല്യദേശം സുഭിക്ഷതം തത്ര പാവാത്മാക്കളുണ്ടു നിശാചരരെത്രയും പാരമുപദ്രവിച്ചിടുവോർ വേഗാലവിടെ കയയ്ക്ക ബാണം തവ ലോകോപകാരകമാമതു നിർണയം രാമനും ബാണമയച്ചാനതു നേരമാമയം തേടിയിടുമാഭീരമണ്ഡലം എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും പൊക്കിതാതരാൽ ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ തത്കൂലദേശവുമന്നു തൊട്ടെത്രയും മുഖ്യജനപദമായി വന്നിതെപ്പോഴും സാഗരം ചൊല്ലിനാൻ സാദരമന്നേരം ആകുലമെന്നിയേ മജ്ജലേ സത്വരം സേതുബന്ധിക്ക നളനാം കപിവരൻ ഏതുമവനൊരു ദണ്ഡമുണ്ടായി വരാ വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പ പ്രക്രിയ തൽപരനെത്രയും വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടനബ്ധിയും മെല്ലെ മറഞ്ഞരുളിടിനാൻ സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടനാജ്ഞയെ ചെയ്തിരു സേതു സംബന്ധനെ തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം പർവതതുല്യ ശരീരികളാകിയ ദുർവാരവീര്യമിയെന്ന കപികളും സർവദിക്കിങ്കലും നിന്നു സരഭസം പർവത പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങി തെരുതെരെ കുണ്ഠവിഹീനം പടുത്തു തുടങ്ങിനാൻ നേരെ ശതയോജനായതമായുടനീരഞ്ചു യോജന വിസ്താരമാം വണ്ണം യുദ്ധം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനദേവമരുൾ ചെയ്തു യാതൊരു മർത്യനിവിടെ വന്നാദരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നിതപ്പോഴവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപ്പെട്ടതി ശുദ്ധനായി വന്നുകൂടും നമാനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂതേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ഠത കൈവിട്ടു വാരാണസി പൊക്കൂ ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം
ഗംഗാസലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തഥ ശ്രീമത്സമുദ്രേ കളഞ്ഞു തദ്ഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യനെന്നോടു സായൂജ്യം വരുമതിനിൽ ഒരു സംശയം എന്നരുൾ ചെയ്തിതു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും വിശ്വകർമാത്മജനാം നടനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ വിദ്രുതം അത്രി പാഷാണ തരുക്കളാൽ അതിനെ തീർന്നു 14 യോജന തീർന്നിത് 20 യോജന പിറ്റേനാൾ 3-ാം ദിനം 21 യോജന 4-ാം ദിനം 22 23-ഉം 5-ാം ദിനം 5 നാൾ കൊണ്ടു ശതയോജനായതം ചഞ്ചലമെന്നിയെ തീർന്നോരനന്തരം സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ മാരുതി കണ്ഠേ കരേറി രഘുത്തമൻ താരേയ കണ്ഠേ സുമിത്രാതനയനും ആരുഹ്യ ചെന്നു സുബേലാചല മുകളേറിനാർ വാനരസേനയോട്ടും ദ്രുതം ലങ്കാപുരാലോകനാശയാ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരേ സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംഭാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം സ്വർണമയധ്വജ പ്രാകാരതോരണപൂർണം മനോഹരം പ്രാസാദസങ്കുലം കൈലാസശൈലേന്ദ്ര സന്നിഭ ഗോപുരജാല പരിഘശദഗ്നി സമന്യുതം പ്രാസാദമൂർധ്നി വിസ്തീർണദേശേ മുദാ വാസവതുല്യപ്രഭാവേന രാവണൻ രത്നസിംഹാസനെ മന്ത്രിഭിः സങ്കുലേ രത്നദണ്ഡാദപത്രൈരുപശോഭിതേ ആലവട്ടങ്ങളും വെൺചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടുവീയിച്ചു നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘുത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മനസേ സസ്മിതം വാനരന്മാരോടു ചൊല്ലിനാൻ മുന്നേ നിബദ്ധനായോരു ശുകാസുരൻ തന്നെ വിരവോടയയ്ക്കമടിയാതെ ചെന്നു ദശഗ്രീവനോടു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ. ശുകബന്ധനം. രാവണന്റെ ദൂതനാണ് ശുകൻ. രക്ഷോവരനായ രാവണൻ ചൊല്ലുകയാൽ തൽക്ഷണേ വന്നു ശുകനാം നിശാചരൻ. പുഷ്കരെ നിന്ന് വിളിച്ചു. പുഷ്കരം ആകാശം. ആകാശത്തിൽ നിന്ന് വിളിച്ചു ചൊല്ലിയിടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം. സുഗ്രീവനെ പറഞ്ഞു വശത്താക്കി രാവണപക്ഷത്ത് നിർത്താനുള്ള ആ ഒരു ഉദ്യമം, അതുമായിട്ടാണ് ഈ വരവ്. അങ്ങനെ രാവണൻ സുഗ്രീവന് പറഞ്ഞയച്ച ദൂത് പറയുകയാണ്. രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ. ഇനി രാവണൻ പറയുന്നത് പോലെ: ഭാസ്കരസൂനോ, സൂര്യന്റെ മകനെ, പരാക്രമവാരിധേ, ഭാനുതനയനാം ഭാഗധേയ അംബുധേ. ഭാനുവിന്റെ തനയനായ, സൂര്യതനയനായിട്ടുള്ള നീ ഭാഗധേയ അംബുധേ. സമുദ്രം ഉണ്ടാവാൻ കാരണമായി തീരുന്നത് സൂര്യനാണ്. സൂര്യൻ ജലത്തെ
മുകളിലേക്കെടുത്ത് തിരിച്ച് വീണ്ടും വർഷിക്കുന്നു. അങ്ങനെ അംബുധിയുടെ ഭാഗധേയമാണ് നീ. വാനരരാജ, മഹാകുലസംഭവ, മഹാകുലത്തിൽ ജനിച്ചവനാണ് നീ. ആതിഥേയ ഇന്ദ്രസുത അനുജനാകയാൽ, ദേവനായിട്ടുള്ള ഇന്ദ്രന്റെ മകന്റെ ബാലിയുടെ അനുജനാകയാൽ നീ എനിക്ക് ഭ്രാതൃസമാനൻ, നീ എനിക്കും സഹോദര തുല്യനാണ്. ഭവാൻ മമ, എനിക്ക് നീ സഹോദരനെ പോലെയാണ്. നിർണയം, അതിനൊരു സംശയവും വേണ്ട. കാരണം ബാലിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് രാവണനെ ബാലി തന്റെ വാലിൽ കുരുക്കിയിട്ട് ഒരുപാട് ചുറ്റിച്ചിരുന്നു ലോകം മുഴുവൻ. അവസാനം ബാലിയോട് സൗഹൃദത്തിലായി. അവർ തമ്മിൽ സ്നേഹത്തോടെയാണ് പിന്നീട് പിരിഞ്ഞത്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് ബാലി സഹോദരൻ തുല്യനായിരുന്നു, അതുകൊണ്ട് ബാലിയുടെ സഹോദരനായ നീ എനിക്കും സഹോദര തുല്യനാണ്. നിന്നോട് വൈരം എനിക്കേതുമില്ല, നിന്നോട് എനിക്കൊരു വൈരവുമില്ല. മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ, അതുപോലെ നിനക്കും എന്നോട് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ല. രാജകുമാരനാം രാമഭാര്യാം അഹം ഞാൻ രാജകുമാരനായ രാമന്റെ ഭാര്യയെ വ്യാജേന കൊണ്ടുപോന്നേൻ. അതിനെന്ത് നിനക്കെന്താണ്? നിനക്കതുകൊണ്ട് എന്താണ് നഷ്ടം? നിന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ലാതെ. മർക്കട സേനയോടും അതിവിദ്രുതം, അതുകൊണ്ട് നിന്റെ ഈ സേനയോടുകൂടെ പെട്ടെന്ന് തന്നെ കിഷ്കിന്ധയാം നഗരിക്ക് പൊയ്ക്കൊള്ളുക നീ. ഇനി ഒന്ന് നിരുത്സാഹപ്പെടുത്തുകയാണ്. ദേവാദികളാലും അപ്രാപ്യമായൊന്ന് കേവലമെന്നുടെ ലങ്കാപുരമെടോ. ഇനി നിങ്ങളൊക്കെ ചാടി പുറപ്പെട്ടു വരുന്നു. എന്റെ ഈ രാജ്യം എന്നത് ദേവന്മാർക്ക് പോലും കടക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അല്പസാരന്മാർ, ബുദ്ധി കുറവായിട്ടുള്ള മനുഷ്യരും അതുപോലെ എത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തൊന്നു കാട്ടുന്നത് എന്നോടിവിടെ. എന്ത് കാണിക്കാനാണ് നിങ്ങൾ ഇവിടെ വരുന്നത്? എന്ത് പരാക്രമം? എന്റെ മുന്നിൽ നിങ്ങളുടെ പരാക്രമങ്ങൾ ഒന്നുമല്ല. അതുകൊണ്ട് വന്ന് അന്ധകാരം നിനച്ചീടായിക നീ വൃഥ. ഇവിടെ വന്ന് എന്തൊക്കെയോ ചെയ്തു കളയാം എന്നുള്ള ആ ഒരു അന്ധകാര ബുദ്ധി, മനസ്സിൽ ഇരുട്ട് നിറഞ്ഞ ബുദ്ധി, അത് വേണ്ട, അത് കളഞ്ഞേക്കൂ. യുദ്ധം ശുഗോക്തികൾ കേട്ട് കപികുലം ഉത്ഥായ ചാടിപ്പിടിച്ചാൻ അതിദ്രുതം. ഇത് കേട്ടതും വാനര സൈന്യം ശുഗനെ അങ്ങോട്ട് പിടിച്ചു വലിച്ചു. മുഷ്ടിപ്രഹരങ്ങളേറ്റ് ശുഗൻ അതിക്ലിഷ്ടനായി, ആകെ ബുദ്ധിമുട്ടിലായി, ഏറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമരാമ പ്രഭോ കാരുണ്യവാരിധേ, രാമാനാഥ പരിത്രാഹി, എന്നെ രക്ഷിക്കൂ, ഈ വാനരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. ദൂതരെ കൊല്ലുമാറില്ല, ഞാൻ വെറുമൊരു ദൂതനാണ്. രാവണൻ പറഞ്ഞത് ഞാൻ അതുപോലെ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് ദൂതരെ ആരും കൊല്ലാറില്ല, പണ്ടാരുമേ, ആരും തന്നെ. അതുകൊണ്ട് നാഥ, ധർമ്മത്തെ രക്ഷിച്ചുകൊള്ളേണമേ. അധാർമികമായ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങ് നോക്കി നിൽക്കരുത്. വാനരന്മാരെ നിവാരണം ചെയ്യുക, എന്നിൽ നിന്ന് പിടിച്ചു മാറ്റൂ. മാനവവീര ഹതോഹം, ഞാനിതാ മൃതപ്രായനായിരിക്കുന്നു. പ്രപാഹിമാം, എന്നെ രക്ഷിച്ചാലും. യുദ്ധം ശുഗപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ അന്നേരം. ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുഗൻ തഥാ. അങ്ങനെ ശുഗൻ ആകാശത്തേക്ക് വീണ്ടും ഉയർന്നു. ചൊല്ലിനാൻ സുഗ്രീവനോട്, ഞാൻ എന്തോന്ന് ചൊല്ലേണ്ടത് അങ്ങ് ദശഗ്രീവനോട് അത് ചൊല്ലിയിടുക. ഇനി തിരിച്ച് ദശഗ്രീവനോട് ഞാൻ എന്താ പറയേണ്ടത് അത് പറയൂ എന്നത് കേട്ട് സുഗ്രീവനും ചൊല്ലിനാനാശു ശുഗനോട് സത്വരം. സുഗ്രീവൻ തിരിച്ച് പറയുകയാണ്, ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനെയും കൊല്ലണമാശു സപുത്ര ബലാന്വിതം. നിനക്ക് ബാലിയുമായി നല്ല സൗഹൃദം ആണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ നിന്റെ സുഹൃത്തായിട്ടുള്ള ബാലിയെ പോലെ തന്നെ നിന്നെയും കൊല്ലണം, പുത്രന്മാരോടും നിന്റെ ബലം സൈന്യബലത്തോടും കൂടെ. ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്ന്, നീ കള്ളനാണ്, ജാനകീദേവിയെ നീ കട്ടുകൊണ്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള നിന്നെയും കൊന്ന് ജാനകി തന്നെയും കൊണ്ടുപോകേണം എനിക്ക് കിഷ്കിന്ധയ്ക്ക്. രണ്ടില്ല അതിനെന്ന് ചെന്ന് ചൊല്ലിയിടു നീ. ഇതിന് ഇനി മറിച്ചൊരു തീരുമാനമില്ല, പോയി പറയൂ നിന്റെ രാവണനോട്.
അർക്കാത്മജോക്തികൾ കേട്ട് തെളിഞ്ഞളവ് അർക്കാന്മയോദ്ഭവൻ താനും അരുൾ ചെയ്തു. ഈ സമയത്ത് അർക്കാത്മജൻ സുഗ്രീവൻ, അർക്ക അന്വയ ഉദ്ഭവൻ, സൂര്യവംശത്തിൽ ജനിച്ചവൻ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: വാനരന്മാരെ, ശുകനെ ബന്ധിച്ചുകൊണ്ട് ഊനമൊഴിഞ്ഞ് അത്ര കാത്തുകൊണ്ടിടുവിൻ. ഇവനെ തിരിച്ചുവിടാറായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവനെ ബന്ധിച്ച് നിങ്ങളുടെ അടുത്ത് വയ്ക്കൂ. സൂക്ഷിക്കുക എന്ന് വെച്ചാൽ അവൻ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ ഉര ചെയ്തേ അയക്കാവൂ, ഞാൻ പറഞ്ഞാൽ മാത്രമേ വിട്ടയക്കാവൂ എന്നതും ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. ഇത് കേട്ടതും വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ട് ദീനത കൈവിട്ട് കാത്തുകൊണ്ടിടിനാർ. ശാർദൂല വിക്രമം പൂണ്ട, പുലി അല്ലെങ്കിൽ കടുവ രണ്ടും പറയും ശാർദൂലം. അപ്പോൾ അത്രയും പരാക്രമം പൂണ്ട കപിബലം ശാർദൂലനായ നിശാചരൻ വന്ന് കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിയിടിനാൻ. ഇവിടെ ശുകനെ കൂടാതെ രാവണൻ മറ്റൊരു ചാരനെയും നിയോഗിച്ചിരുന്നു. ഈ ശുകൻ വന്നതിന് ശേഷം ഇവിടെ നടക്കുന്നത് എന്താണ് എന്നറിയാൻ. അതാണ് ശാർദൂലൻ എന്ന നിശാചരൻ വന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു വന്ന് രാവണനോട് ചൊല്ലിയിടിനാൻ. വാർത്തകൾ ഉള്ളവണ്ണം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടൊരു രാത്രീഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും വല്ലാതെ ആകുലതയായി. കാരണം വിചാരിച്ചതുപോലെയൊന്നും അല്ല ഇവർ എന്ന് മനസ്സിലായി. അങ്ങനെ ദീർഘചിന്താന്വിതം ഒരുപാട് നേരം ഇങ്ങനെ ചിന്തിക്കുകയാണ്. ചീർത്ത ഖേദത്തോട് ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാനിരുന്നിടിനാൻ. അങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇനി എന്താണ് വഴി? ഇവരെ എങ്ങനെ എതിരിടണം? ഇനി ഇവിടെ സേതുബന്ധനം നടക്കാൻ പോകുന്നു. തൽക്കാലം അർക്കകുലോദ്ഭവൻ രാഘവൻ അർക്കാത്മജാതി കപിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. ഇനി അടുത്ത കാര്യമായ പ്രധാനമായ ഒരു വഴി, അതാണ് സേതുബന്ധനം. അത് ചെയ്യണം. അതെങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങി. എന്തുപായം സമുദ്രം കടപ്പാൻ എന്ന് ചിന്തിച്ച് കൽപ്പിക്ക നിങ്ങളെല്ലാവരുമായി എന്നരുൾ ചെയ്തത് കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായൊരു വരുണനെ, സമുദ്രത്തിന്റെ ദേവനാണ് വരുണൻ, അതുകൊണ്ട് വരുണനെ സേവിക്ക വേണം, എന്നാൽ വഴിയും തരും. അപ്പോൾ വരുണൻ തന്നെ ഈ വഴി കാണിച്ചു തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നിതു തോന്നിയത് അങ്ങനെ, ശരി, നന്നായി, അങ്ങനെ തോന്നിയത് നന്നായി എന്ന് വിചാരിച്ച് തന്നെ തോന്നിയത് അങ്ങനെ തന്നെ എന്ന് അർണവതീരെ, ആ സമുദ്രത്തിന്റെ തീരത്തിൽ കിഴക്ക് നോക്കി തൊഴുത് അർണോജലോചനാകിയ താമരക്കണ്ണനായ രാഘവൻ ദർഭ വിരിച്ച് നമസ്കരിച്ചിടിനാൻ. അദ്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും. ഇവിടെ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് രാമനായിട്ട് അവതരിച്ചിരിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനെയല്ല. മനുഷ്യനായി ജനിച്ചാൽ നമ്മൾ ഏതൊക്കെ ദേവന്മാരെ ഏതൊക്കെ രീതിയിൽ പൂജിക്കണം, അതിൻ്റെതായ രീതിയിൽ തന്നെ പൂജിക്കണം. അതുപോലെ തന്നെ നമ്മൾ വനവാസ കാലത്ത് കണ്ടതാണ്. എല്ലാ ഗുരുക്കന്മാരെയും ഋഷിമാരെയും അങ്ങോട്ട് പോയി കണ്ട് തൊഴുത് നമസ്കരിച്ച് അവരുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കാൻ എന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മുടെ ഗുരുഭൂതന്മാരായിട്ടുള്ള ആളുകളുടെ അനുഗ്രഹമൊക്കെ എപ്പോഴും അത് വാങ്ങിവെക്കണം. വാങ്ങിവെക്കുക എന്നാൽ അവരെ അങ്ങോട്ട് പോയി കണ്ട് അവർക്ക് സുഖമാണോ എന്നൊക്കെ അന്വേഷിച്ച്, അത് മാത്രം മതി. അങ്ങനെ വന്നാൽ തന്നെ അവരുടെ ഒരു അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ നമുക്ക് മുതിർന്ന അറിവുള്ള അവരെയൊക്കെ നമ്മൾ അങ്ങോട്ട് പോയി കാണുകയും സേവിക്കുകയും വേണം. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ കപിവരന്മാരോട് പറയാം, നിങ്ങളൊക്കെ വരുണനെ സേവിക്കൂ. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഭഗവാൻ തന്നെ വരുണനെ പൂജിക്കുകയാണ്. അതും 3 അഹോരാത്രം 3 ദിവസമാണ് ഉപാസിച്ച്, ഭക്ഷണം പോലും കഴിക്കാതെ അങ്ങനെ ഉപാസിച്ചതിങ്ങനെ 3 ലോകത്തിനും നാഥനാം ഈശ്വരൻ. അതാണ് 3 ലോകത്തിനും നാഥനായ ഭഗവാനാണ്. വരുണനെ പോലും നിയന്ത്രിക്കുന്ന ഭഗവാൻ വരുണനെ ഉപാസിക്കുകയാണ്. ആ ഒരു മനസ്സാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടത്. എന്നാൽ
ഏതുമിളകിയില വാരിധിയും അതിക്രോധേന രക്താന്തനേത്രനാം നാഥനും. അപ്പോൾ ഇവിടെ അത്രയും താണുകൊടുത്ത ഭഗവാനെ വരുണൻ ശ്രദ്ധിച്ചില്ല എന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായും ഭഗവാന് ദേഷ്യം വന്നു. അവിടെ കാണിക്കുന്നത് ക്രോധം വരേണ്ടിടത്തൊക്കെ ക്രോധം വരിക തന്നെ ചെയ്യാം, അതിനൊന്നും ഒരു തെറ്റില്ല. ചില സമയത്ത് ക്രോധം ആവശ്യമാണ്. അപ്പോൾ അതും നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ്. താഴാവുന്ന അത്രയും താണിട്ടും വീണ്ടും നമ്മെ ശ്രദ്ധിക്കാതെ അവഗണിക്കുക എന്ന് വെച്ചാൽ തീർച്ചയായും നമുക്ക് കോപിക്കാനുള്ള എല്ലാ ധാർമ്മികമായിട്ടുള്ള എല്ലാ അവകാശവും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഇവിടെ ക്രോധേന രക്താന്തനേത്രൻ, കണ്ണൊക്കെ ചുവന്നു. അങ്ങനെ നാഥനും ലക്ഷ്മണനോട് പറഞ്ഞു, കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ, കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം, ഞാനിതാ ശരമെയ്യാൻ പോകുന്നു. ഇന്ന് പെരുവഴി മീളുന്നതല്ലെങ്കിൽ, ഇന്ന് നമുക്ക് നല്ലൊരു വഴി ആ വരുണദേവൻ കാണിച്ചു തരുന്നില്ല എങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ, ഞാൻ ഈ സമുദ്രത്തെ ഭസ്മമാക്കും, അതിനെ വറ്റിച്ചു കളയും. മുന്നം മദീയ പൂർവന്മാർ, എന്റെ പൂർവീകരായിട്ടുള്ള സഗരപുത്രന്മാരാണ് വളർത്തത് ഈ സാഗരത്തെ ഇങ്ങനെ വിസ്തൃതമാക്കിയത്. അതിനെ ഇന്ന് ഞാൻ ഇല്ലാതെയാക്കുവൻ നിർണയം, ഞാൻ അതില്ലാതെയാക്കും. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയെ വാഴുകിലെന്നുമേ. അപ്പോൾ സഹായിച്ചവരെ തിരിച്ചു സഹായിക്കാനൊരു സന്ദർഭം കിട്ടിയിട്ടും അത് ചെയ്യാതിരുന്നാൽ, അതാണ് അങ്ങനെ വാഴുകിൽ എന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം, ഈ വെള്ളം മുഴുവൻ ഞാൻ വറ്റിച്ചു കളയും. കപികുലം പുഷ്ടമോദം, അങ്ങനെയെങ്കിൽ കപികുലത്തിന് സന്തോഷത്തോടെ പാദചാരേണ പോകാം, നമുക്ക് നടന്നു പോകാം ലങ്കയിലേക്ക് എന്നരുൾ ചെയ്തു. വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. ആ സമുദ്രത്തെ നോക്കി പറഞ്ഞുകൊണ്ട് ഭഗവാൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ, എല്ലാ ഭൂതങ്ങളോടുമായി പറയുകയാണ്. പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ജലം. അപ്പോൾ എല്ലാ പഞ്ചഭൂതങ്ങളും എന്റെ വിക്രമം കാണൂ എന്ന് പറയുകയാണ്. ദുർവാരമായ, തടുക്കാൻ സാധിക്കാത്ത എന്റെ ശിലീമുഖം, ശരപ്രയോഗം, ആ വിക്രമം കാണുക. ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ, വിസ്മയം എല്ലാവരും കണ്ടു നിൽക്കണം. യുദ്ധം രഘുവരൻ വാക്കുകൾ കേട്ട അന്നേരം പൃഥ്വീരുഹങ്ങളും പർവ്വതങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ ഭൂമിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി, സൂര്യൻ മങ്ങി, നിറഞ്ഞു തിമിരവും അന്ധകാരം നിറഞ്ഞു. അബ്ധിയും ക്ഷോഭിച്ചു, സമുദ്രം ഇളകിമറിയാൻ തുടങ്ങി. ക്ഷോഭിച്ചും ഇട്ടാൽ കവിഞ്ഞു വന്നുത്തുംഗമായ തരംഗാവലി, തരംഗങ്ങൾ, സമുദ്രം അങ്ങനെ ഉഗ്രമായ തിരമാലകളോടുകൂടി അങ്ങനെ ഇളകിമറിയുകയാണ്. ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിത് അത്യുഗ്ര നക്ര തിമി ജഷാദ്യങ്ങളും. അപ്പോൾ ഈ സമുദ്രം ഇങ്ങനെ ഇളകിമറിയുന്ന സമയത്ത് ആ സമുദ്രത്തിൽ വസിക്കുന്ന അത്യുഗ്രമായ നക്രവും മുതലകളും തിമിംഗലം ജഷാദ്യങ്ങൾ മറ്റു മത്സ്യങ്ങളൊക്കെ പേടിച്ചു, പരിതപ്തങ്ങളായി. അപ്പോൾ ഭയപ്പെട്ട്, അന്നേരമാണ് വരുണന് ബോധോദയം ഉണ്ടായത്. ഭയപ്പെട്ട് ദിവ്യരൂപത്തോടും അപ്പതി, സമുദ്രത്തിന്റെ പതിയായ വരുണൻ ദിവ്യ ആഭരണ സമ്പന്നനായി പത്തുദിക്കും നിറഞ്ഞൊരു കാന്ത്യ, പത്തുദിക്കും നിറഞ്ഞ കാന്തിയോടുകൂടെ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും, ഭഗവാന് കാഴ്ചവെക്കാനായിട്ടെന്ന പോലെ രത്നങ്ങളൊക്കെ കയ്യിൽ വെച്ച് വിത്രസ്തനായി, പേടിച്ചു വിറച്ചാണ് വരുന്നത്. രാമപാദാന്തികെ വെച്ച് സത്രപം, ലജ്ജയോടുകൂടെ ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക, ത്രാഹിമാം ത്രാഹിമാം, എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ വിഷ്ണു ജഗത്പതേ. ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന, പൗലസ്ത്യനായ രാവണനെ നശിപ്പിക്കാൻ പോകുന്നവനെ. ത്രാഹിമാം ത്രാഹിമാം രാമ രമാപതേ. ഇനി എന്തുകൊണ്ടാണ് വിളി കേൾക്കാൻ വൈകിയത് എന്നതിന് ഒരു ന്യായീകരണം പറയുകയാണ് വരുണൻ. ആദികാലേ തവ മായാഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം, ഈ തമോ ഗുണമായ അഹങ്കാരത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്.
അതുകൊണ്ട് പറയുകയാണ്, സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചതേറ്റം ജഡസ്വഭാവങ്ങളായി. ഏറ്റവും ജഡമായിട്ടുള്ളത് പഞ്ചഭൂതങ്ങളാണ്. അങ്ങ് തന്നെയാണ് അവയ്ക്ക് ഈ തമോ ഗുണത്തെ നിയമിച്ചത്, അങ്ങനെ ആവണം എന്ന് നിശ്ചയിച്ചത് അങ്ങാണ്. അപ്പോൾ കഷ്ടം, ഇതാർക്ക് നീക്കാവൂ തവമതം, അങ്ങ് തന്നെയല്ലേ ഞങ്ങളെയൊക്കെ ജഡസ്വരൂപങ്ങളാക്കിയത്. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും. ആകാശം കുറച്ചുകൂടെ സൂക്ഷ്മമാണ്, പക്ഷെ അതിൽ നിന്നുണ്ടായ ജലം, വായുവിനേക്കാളും കുറച്ചുകൂടെ ജഡമാണ് ജലം. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ജഡമാണ്. അപ്പോൾ തമോ ഗുണം കുറച്ച് കൂടുതലാണ് എനിക്ക്. മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ അങ്ങ് തന്നെ ഞങ്ങൾക്ക് ഈ തമോ ഗുണം തന്നു. ഇത് ഇന്ന് അന്യഥാ കർത്തും, അതിനെ മാറ്റിമറിക്കാൻ ആരുള്ളതു ശക്തരായി? വേറെ ആർക്കാ സാധിക്കുക? ഭഗവാൻ തന്നെയല്ലേ ഞങ്ങളെ ഇങ്ങനെ തമോ ഗുണികളാക്കിയത്. താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. അവർ എപ്പോഴും ഇങ്ങനെ വൈകിയേ അവർ ബുദ്ധി ഉദിക്കുള്ളൂ. അത് ഞങ്ങളുടെ കുഴപ്പമാണോ എന്നാണ് വരുണദേവൻ ചോദിക്കുന്നത്. താമസമല്ലോ ജഡത്വമാകുന്നതും, ജഡത്വം കൂടുന്നതിനനുസരിച്ച് തമോ ഗുണം കൂടും. കാമലോഭാദികളും താമസഗുണം. അതുപോലെ ഈ ലോകത്തിലുള്ളവരുടെ കാമവും ലോഭവും ഒക്കെ തമോ ഗുണമാണ്. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ, ഭഗവാൻ നിർഗുണനാണ്, ആ നിർഗുണനായ അങ്ങ് തന്നെ ഓരോ ഗുണത്തെ സ്വീകരിച്ച് അങ്ങ് തന്നെ പിന്നീട് വൈരാജ നാമവാനായി, വൈരാജം വിരാജിക്കുക, വിരാട് പുരുഷൻ, അങ്ങനെ ഒരു നാമവാനായി ചമഞ്ഞു ഭവാൻ. എന്നിട്ട് കാരണപുരുഷനായി ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ വസ്തുക്കളുടെയും കാരണഭൂതനായി അങ്ങ് ചമഞ്ഞു. അപ്പോൾ വിരാട്ടിങ്കൽ നിന്ന്, വിരാട് സ്വരൂപത്തിൽ നിന്ന് ഗുണങ്ങളാൽ ഉത്പന്നരായതു ദേവാദികൾ തഥാ. തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ. ആ വിരാട് സ്വരൂപന്റെ സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ് ദേവന്മാരുണ്ടായത്. ഇനി തത് രജോഭൂതങ്ങളായി രാജസിക അഹങ്കാരത്തിൽ നിന്ന് പ്രജേശാദികൾ, പ്രജാപതികളുണ്ടായി. തത് തമോഭൂതനായി ഭൂതപതി താനും ഉത്തമപുരുഷ രാമാ ദയാനിധേ. പിന്നെ താമസിക അഹങ്കാരത്തിൽ നിന്നാണ് ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. മായയാച്ഛന്നനായി ലീലാമനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട അനാരതം നിർഗുണനായി സദാചിദ്ഘനനായി ഒരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷതനാം നിൻതിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. ഇവിടെ ആദ്യം ആ പരമാത്മാവിന്റെ സ്വഭാവത്തെ പറയുകയാണ്. നിർഗുണനാണ്, നിഷ്കളൻ, നിരാകാരൻ, മോക്ഷപ്രദൻ. ഇങ്ങനെയുള്ള ആ പരമാത്മാവിനെ തമോ ഗുണിയായ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാണ് ഭഗവാനെ? മൂർഖജനങ്ങൾക്ക് സന്മാർഗപ്രാപകം ഓർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും. അപ്പോൾ ഞങ്ങളെ പോലുള്ള മൂർഖന്മാർക്ക്, അജ്ഞാനികൾക്ക് സന്മാർഗപ്രാപകം, നല്ലൊരു മാർഗത്തിൽ എത്തണമെങ്കിൽ പ്രഭൂണാം, ഗുരുക്കന്മാരുടെ ഹിതം അവർക്ക് തോന്നണം. അവരുടെ ആ ഹിതോപദേശമാണ് ഞങ്ങൾക്കുള്ള ദണ്ഡം. ദണ്ഡം എന്നാൽ ശിക്ഷ, ഞങ്ങളെ നേർവഴിക്ക് നയിക്കാനുള്ള ശിക്ഷ അതാണ്. ദുഷ്ടപശൂനാം യഥാ ലകുടം തഥാ. ദുഷ്ടപശുക്കൾ എന്നാൽ അനുസരണയില്ലാത്ത മൃഗങ്ങൾക്ക് ഏതുപോലെയാണോ ലകൂടം എന്നാൽ വടി അവരെ, ലകുടം വടി അവർക്ക് ഒരു ശിക്ഷാ രൂപത്തിൽ അവരെ നല്ല വഴിക്ക് നയിക്കാൻ വടി എങ്ങനെ ഉപയോഗപ്പെടുന്നുവോ അതുപോലെയാണ് ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശം. അങ്ങയെപ്പോലുള്ളവരല്ലേ ഞങ്ങളെ തിരുത്തേണ്ടത്. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. എനിക്ക് ശരണാഗതി അടയാൻ മാത്രമേ സാധിക്കുള്ളൂ ഭഗവാനെ. രാമചന്ദ്രാഭയം ദേഹിമേ സന്തതം. എനിക്ക് അഭയം തരൂ ഭഗവാനെ. രാമ ലങ്കാമാർഗമാശു ദദാമിതേ. ഇതാ ഞാൻ തന്നിരിക്കുന്നു, നിങ്ങൾക്ക് എളുപ്പം ലങ്കയിലേക്ക് പോകാം. യുദ്ധം വണങ്ങി സ്തുതിച്ച വരുണനോട് ഉത്തമപുരുഷൻ താനും അരുൾ ചെയ്തു. അപ്പോൾ രാമൻ പറഞ്ഞു, ബാണം മദീയം അമോഘം. എന്റെ ബാണം ഒരിക്കലും നിഷ്ഫലമാകില്ല. അതിന്നിഹ വേണമൊരു ലക്ഷ്യം. അതിനൊരു ലക്ഷ്യം വേണം. എന്തതിനുള്ളതും ഇനി എന്ത് ഞാൻ ചെയ്യും? എവിടേക്കാണ് എന്റെ ബാണത്തെ ഞാൻ പ്രയോഗിക്കേണ്ടത്?
വാട്ടമില്ലാതൊരു ലക്ഷ്യം, ഒരു നിശ്ചിതമായ ഒരു ലക്ഷ്യം, അതിന് നീ കാട്ടിത്തരേണം എനിക്ക് വാരാന്നിധേ. അർണവനാഥനും സമുദ്രത്തിന്റെ നാഥനായ ആ വരുണൻ ചൊല്ലിനാൻ അന്നേരം അന്യൂന കാരുണ്യ സിന്ധോ, ന്യൂനമില്ലാത്ത അത്രയും കാരുണ്യമുള്ളല്ലയോ ഭഗവാനെ ജഗത്പതേ, ഒരു കാര്യം ചെയ്യാം. ഉത്തരസ്യാം ദിശി, ഇവിടെ നിന്ന് വടക്കു മാറിയിട്ട് മത്തീരഭൂതലെ, എന്റെ ഒരു തീരസ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് ചിത്രം, വളരെ വിചിത്രമായിട്ടുള്ള ധ്രുമകുല്യം, ധ്രുമകുല്യം എന്ന് പേരുള്ള ഒരു ദേശമുണ്ട്. സുഭിക്ഷതം, അവിടെ നല്ല സ്ഥലമാണ്, ആളുകൾക്ക് പാർക്കാൻ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്, എല്ലാം കൊണ്ടും സുഭിക്ഷമാണ് അവിടെ. പക്ഷെ എന്ത് ചെയ്യാം, തത്ര പാപാത്മാക്കളുണ്ട്, കുറെ പാപികളുണ്ട്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന. ആ നിശാചരരെത്രയും പാരം ഉപദ്രവിച്ചിടുവു, എല്ലാവരെയും വേണ്ടാതെ ഉപദ്രവിക്കുകയാണ്. വേഗാൽ അവിടേക്കയക്ക ബാണം, അവരെ ലക്ഷ്യമാക്കി അങ്ങ് ബാണമയക്കൂ. തവ ബാണം, അങ്ങയുടെ ആ ബാണം ലക്ഷ്യം കണ്ടാൽ അത് ലോക ഉപകാരകമാം, അത് നിർണയം, യാതൊരു സംശയവും വേണ്ട, അത് ലോകോപകാരാർത്ഥമായി തീരും. രാമനും ബാണമയച്ചാൻ അതുനേരം ആമയം തേടിയിടും ആഭീരമണ്ഡലം. അങ്ങനെ ആ ആഭീരമണ്ഡലത്തിൽ ധ്രുമകുല്യം എന്ന ആ ഒരു സുഭിക്ഷമായ പ്രദേശത്ത് ആമയം തേടിയിടും. അവർ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ആ സ്ഥലത്തേക്ക് പോയി എല്ലാം ഒടുക്കി പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്ത് വേഗേന ബാണം പോന്ന് മെല്ലവേ തൂണീരവും ഭഗവാന്റെ അവനാഴിയിൽ പുക്കിരാതരാൽ. ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തത് പ്രദേശം തഥാ. അങ്ങനെ അന്ന് തൊട്ട് ആ പ്രദേശം വളരെ ആളുകൾക്ക് അത്രയും സുന്ദരമായി ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമായി വന്നു. തത്കൂലദേശവും അന്ന് തൊട്ട് എത്രയും മുഖ്യ ജനപദമായി വളരെ പ്രസിദ്ധി ആർജിച്ചു. ആളുകൾക്ക് സ്വൈരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി വന്നിതെപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാഗരം അന്നേരം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വരുണൻ പറഞ്ഞു, ആകുലമെന്നിയെ മജ്ജലെ, എന്റെ ഈ ജലത്തിൽ സത്വരം സേതു ബന്ധിക്ക. സേതു എന്നാൽ മണ്ണ്, കല്ല് തുടങ്ങിയവ ഇട്ട് ഉണ്ടാക്കുന്ന ചിറ, അതാണ് സേതു. അത് ബന്ധിക്കുക. അതിന് ഏറ്റവും ഉചിതനായ വാനരൻ നളനാണ്. നളനാം കപിവരൻ ഏതും അവനൊരു ദണ്ണമുണ്ടായി വര. അവന് വളരെ നിഷ്പ്രയാസം ഇത് സാധ്യമാണ്. കാരണം വിശ്വകർമാവിൻ മകൻ അവനാകയാൽ. അവൻ വിശ്വകർമാവിന്റെ അവതാരമാണ്, അല്ലെങ്കിൽ അംശാവതാരമാണ്. വിശ്വശില്പ ക്രിയാതൽപരൻ എത്രയും വളരെ ഭംഗിയായിട്ട് അവൻ അത് ചെയ്യും. അവന്റെ നേതൃത്വത്തിൽ സേതുബന്ധനം ചെയ്യുക. വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കും. അങ്ങനെ സേതുബന്ധനത്തിലൂടെ തന്നെ അങ്ങയുടെ കീർത്തി ലോകമെങ്ങും പരക്കും എന്ന് പറഞ്ഞ് തൊഴുതുടൻ അബ്ധിയും മെല്ലെ മറഞ്ഞരുളിയിടിനാൻ. അങ്ങനെ വരുണൻ മറഞ്ഞു. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ച് സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ, സാമർഥ്യമുള്ള ആ നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തിതു സേതു സംബന്ധനെ. സേതു ബന്ധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആജ്ഞ കൊടുത്തു. തൽക്ഷണേ മർക്കട മുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ച് സത്വരം പർവ്വത തുല്യ ശരീരികളാകിയ ദുർവാര വീര്യം, അവരുടെ വീര്യത്തെ തടുക്കാൻ സാധിക്കില്ല, അങ്ങനെയുള്ള ആ ദുർവാര വീര്യം എന്ന ഉള്ള കവികളും സർവദിക്കിങ്കലും വന്നു സരഭസം. അവർ പെട്ടെന്ന് തന്നെ സകല ദിക്കുകളിലേക്കും ഓടി. ഓരോ സ്ഥലത്തു നിന്ന് പർവ്വത പാഷാണ പാദപജാലങ്ങൾ, പർവ്വതങ്ങൾ, പാഷാണം, കല്ലുകൾ, വലിയ വലിയ കല്ലുകൾ, പാദപങ്ങൾ, മരത്തടികൾ, ഇവയൊക്കെ കൊണ്ടുവരുന്നവ വാങ്ങി തെരുതെരെ കുണ്ഠവിഹീനം പടുത്തു തുടങ്ങിനാൻ. ഉടനെ തന്നെ പണി തുടങ്ങി. നേരെ ശതയോജനായതം 100 യോജനയും ഇതുപോലെ സേതു ബന്ധിക്കാൻ തീരുമാനിച്ചു. 25 യോജന വിസ്താരമാം വണ്ണം, 25 10 യോജന വിസ്താരമായിട്ട് അങ്ങനെ 100 യോജന നീളത്തിലൊരു സേതു. ഇത്തം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ. ഇങ്ങനെ തുടങ്ങുന്നതിന്റെ മുൻപായിട്ട് പരമശിവന് ഒരു പൂജ ചെയ്യാൻ ശ്രീരാമചന്ദ്രൻ തീരുമാനിച്ചു. അങ്ങനെ വ്യോമകേശം, വ്യോമകേശി എന്നാൽ ആകാശം കേശമായിട്ടുള്ള ഭഗവാൻ, പരമേശ്വരം ശങ്കരം,
രാമേശ്വരം എന്ന നാമം അരുൾ ചെയ്തു. രാമനാൽ പൂജിക്കപ്പെട്ട പരമേശ്വരൻ അങ്ങനെ രാമേശ്വരമായി തീർന്നു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി ഒരു ചെറിയൊരു ശിവലിംഗം അവിടെ സ്ഥാപിച്ചു. പൂജിച്ചു, വന്ദിച്ചു, ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനൻ ഏവം അരുൾ ചെയ്തു. എല്ലാ ഭക്തർക്കുമായിട്ടെന്ന പോലെ വാനരന്മാരോട് ഇപ്രകാരം പറഞ്ഞു: യാതൊരു മർത്യൻ ഇവിടെ വന്ന് ആദരാൽ, ഏതൊരു മനുഷ്യൻ ഭാവിയിൽ ഇനി വരാൻ പോകുന്ന കാലത്ത് എന്റെ ഏതെങ്കിലും ഭക്തന്മാർ ഇവിടെ വന്ന് സേതുബന്ധം കണ്ട്, ഈ സേതുബന്ധം കണ്ട് രാമേശ്വരനെയും രാമേശ്വരനായ ശ്രീ പരമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നിതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപെട്ട്, അതുവരെ ബ്രഹ്മഹത്യ പോലെയുള്ള പാപം പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വേർപെട്ട് അതിശുദ്ധനായി വന്നുകൂടും. മമ അനുഗ്രഹാൽ, എന്റെ അനുഗ്രഹത്താൽ അവൻ ശുദ്ധനാകും. മാത്രമല്ല മുക്തിയും വന്നിടും, ഇല്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്ത് ഭൂതേശനാകിയ രാമേശ്വരനെയും. ഇനി അവിടെ ചെന്ന് ഓരോ ഭക്തനും ചെയ്യേണ്ട കാര്യം സേതുബന്ധത്തിങ്കൽ മജ്ജനം ചെയ്യുക. അവിടെ സേതുബന്ധനം നടന്ന സ്ഥലത്ത് കുളിച്ച് ഭൂതേശനാകിയ രാമേശ്വരനെയും പരമേശ്വരനെ വണങ്ങി പുറപ്പെട്ട് ശുദ്ധനായി, എന്നിട്ട് കുണ്ഠത കൈവിട്ട് വാരാണസി പൊക്കൂ, നേരെ കാശിയിൽ പോകണം. രാമേശ്വരത്ത് വന്ന് കാശിയിൽ പോകണം. എന്നിട്ട് ഗംഗയിൽ സ്നാനവും ചെയ്ത് ജിതശ്രമം വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഗംഗാ സലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരന് അഭിഷേകവും ചെയ്തഥ. എന്നിട്ട് ഈ പരമേശ്വരന് ആ ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്യുക. എന്നിട്ട് ശ്രീമത് സമുദ്രേ കളഞ്ഞ് തദ്ഭാരവും, അങ്ങനെ ആ സമുദ്രത്തിൽ എല്ലാ ഭാരവും പാപഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യൻ, അങ്ങനെ മജ്ജനം ചെയ്യുക എന്നാൽ അതൊരു സങ്കല്പമായിട്ട് എന്നെ തന്നെ സമുദ്രത്തിന് സമർപ്പിക്കുന്നു എന്ന ഭാവത്തിൽ ചെയ്യുന്ന ആ മർത്യൻ എന്നോട് സായുജ്യം വരും, എന്നിലേക്ക് വന്നു ചേരും എന്ന് ഇല്ല ഒരു സംശയം. ഇത് ഇനി വരാനിരിക്കുന്ന കാലത്തെ ഭക്തന്മാരോടായിട്ട് ഭഗവാൻ അന്നേ പറഞ്ഞു വെച്ചതാണ്. എന്നരുൾ ചെയ്തിതു രാമൻ തിരുവട്ടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാം നളനും, നളൻ പിന്നെ വിശ്വാസമോട് പടുത്തു തുടങ്ങിനാൻ. ആ സേതുബന്ധനം തുടങ്ങി. വിദ്രുതം അദ്രി പാഷാണ തരുക്കളാൽ അദ്ദിനേ തീർന്നു 14 യോജന. ആദ്യത്തെ ദിവസം തന്നെ 14 യോജന തീർന്നു. പിന്നീട് 20 യോജന പിറ്റേനാൾ. രണ്ടാമത്തെ ദിവസം വീണ്ടും ഒരു 20 യോജന. പിറ്റേനാൾ 3-ാം ദിനം വീണ്ടും ഒരു 21 യോജന. 4-ാം ദിനം അടുത്ത 22 യോജന തീർത്തു. ഇങ്ങനെ 23, 5-ാമത്തെ ദിവസം 23 യോജന തീർത്തു. ഇത് അതിന്റെ കൂടെ ആഡ് ചെയ്യണം, പ്ലസ് ചെയ്ത് പറയുകയാണ്. അങ്ങനെ 5 നാൾ കൊണ്ട് ശതയോജനായതം 100 യോജന തീർത്തു. ചഞ്ചലമെന്നിയെ തീർന്നോരനന്തരം സേതുവിന്മേലെ നടന്നു കപികളും ആതങ്കഹീനം, ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ കടന്നു തുടങ്ങിനാർ. അങ്ങനെ കപികൾ അങ്ങനെ നടന്നു വരികയാണ്. മാരുതി കണ്ഠേ കരേറി രഘൂത്തമൻ, മാരുതിയുടെ ചുമലിൽ രഘൂത്തമൻ, താരേയ കണ്ഠേ സുമിത്രാതനയനും ആരുഹ്യ കയറിയിട്ട് ചെന്ന് സുബേലാചല മുകളേറിനാർ. ഏകദേശം ലങ്കയുടെ തൊട്ടടുത്താണ് ഈ സുബേല പർവ്വതം. അവിടെ അതിന്റെ മുകളിൽ സംപ്രാപ്യ നോക്കിയ നേരത്ത് കണ്ടിതു ജംഭാരിതൻ പുരിക്കൊത്ത ഇന്ദ്രന്റെ സ്വർഗലോകത്തിന് തുല്യമായ ലങ്കാപുരം. അത്ര അടുത്ത് കാണാം എന്നാണ്. സ്വർണമയ ധ്വജ പ്രാകാര തോരണപൂർണം, ധ്വജം സ്വർണം കൊണ്ടുണ്ടാക്കിയ കൊടിക്കൂറകൾ, തോരണങ്ങൾ, മനോഹരം പ്രാസാദ സങ്കുലം, ഒരുപാട് മണിമാളികകൾ, കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുരജാല പരിഖ ശതഘ്നി സമന്യുതം. കൈലാസ പർവ്വതത്തിന് അത്രയും സന്നിഭം എന്ന തുല്യമായിട്ടുള്ള ഗോപുരങ്ങൾ, അത്രയും ഉയരമുള്ള ഗോപുരങ്ങൾ, അത് ഉണ്ടാക്കിയത് പരിഖം ഇരുമ്പുലക്കുകൾ, ശതഘ്നി എന്നാൽ ഈ ഒരു പ്രാസാദം മണിമാളിക ഉണ്ടാക്കാനുള്ള മറ്റൊരു
ഒരു പ്രത്യേകതരം നിർമ്മിതിയാണത്. ഇങ്ങനെയൊക്കെയുള്ള സമന്വിതം ഇതൊക്കെ കൂടിയിട്ടുള്ള പ്രാസാദമൂർധ്നി വിസ്തീർണദേശേ മുത വാസവതുല്യ പ്രഭാവേന. ഇന്ദ്രൻ അങ്ങനെ സ്വർഗരാജ്യത്ത് വാഴുന്നത് പോലെ രാവണൻ രത്നസിംഹാസനെ മന്ത്രിഭിഹി സങ്കുലേ, മന്ത്രിമാരോടുകൂടെ രത്നദണ്ഡ ആതപത്രൈഹി ഉപശോഭിതേ, രത്നങ്ങൾ പതിപ്പിച്ച വെൺചാമര കുടയൊക്കെ ചൂടിക്കൊണ്ടുള്ള അത് മറ്റുള്ളവർ ചൂടിക്കൊടുക്കുന്നു. ഇങ്ങനെ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലതരുണിമാരെ കൊണ്ട് വീയിച്ച് അവരെ കൊണ്ട് വീശിക്കുകയാണ്. നീലശൈലാഭം, ഒരു നീലപർവ്വതം പോലെ, അപ്പോൾ നല്ല കറുത്ത നിറമാണ് എന്നർത്ഥം. ദശകിരീട ഉജ്ജ്വലം, 10 കിരീടം ഒക്കെയായിട്ട്. നീലമേഘ ഉപമം, കറുത്ത കാർമേഘം പോലെ കണ്ടു രഘൂത്തമൻ. വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ, സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ പറയുകയാണ്, മുന്നേ നിബദ്ധനായൊരു ശുകാസുരൻ തന്നെ വിരവോടയക്ക മടിയാതെ, ഇനി ശുകനെ വിട്ടയക്കുക. എന്നിട്ട് ചെന്ന് ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ. ഞങ്ങളിതാ ഇത്ര തൊട്ടടുത്തെത്തിയിരിക്കുന്നു എന്ന വൃത്താന്തം, ഇതുവരെ വന്നതും എല്ലാം പോയി അറിയിക്കട്ടെ അവൻ എന്ന് പറഞ്ഞ് ശുകനെ വിട്ടയക്കുകയാണ്. ഓം ശ്രീരാമചന്ദ്രായ നമഃ.